ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ അമൃതം പൊടി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കുക്കീസാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്കായിട്ട് ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം. നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ല ക്രീമി ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി. നമുക്കിത് നല്ലൊരു ക്രീമായി കിട്ടുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടി നല്ലപോലെ ഒന്ന് ബട്ടറിലിട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു കപ്പ് അമൃതം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് എക്സ്ട്രാ വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബേക്കായി കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വികസിച്ച് വരും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ 8 കുക്കീസാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 12 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാവുന്ന ടൈമിൽ ബാക്കിയുള്ള ഡോയും കൂടി നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കുറച്ച് കാഷ്യൂസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവനിൽ എടുത്താൽ പാടെ തന്നെ പുറത്തെടുക്കാൻ പാടില്ല. അപ്പോൾ ഓവനിൽ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് തണുത്ത ശേഷം മാത്രം ഇതുപോലെ എടുക്കുക. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മളെ അമൃതം പൊടി വെച്ചിട്ടുള്ള ബട്ടർ കുക്കീസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുക്കീസാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്